ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. സെവൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു സമയം അവരെ കുറ്റം പറയുന്നു എന്നുള്ളതാണ്. കുറേ തടസ്സങ്ങൾ വരുത്തുന്നു അവരുടെ ജീവിതത്തിൽ. ഈ ഒരു കാര്യം ചിലപ്പോൾ ഇവരുടെ തന്നെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. കാരണം പാസ്റ്റിൽ ഇവരുടെ കൂടെ നിന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം. അപ്പോൾ എല്ലാവരും അവർക്ക് നേരെ കൈ ചൂണ്ടുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളെ കുറ്റം പറയുന്നതും ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർ നിങ്ങളെ ഇവരുടെ കൂടെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നോക്കാം അടുത്തോട്ടടുത്ത് എന്താണെന്ന്. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു നിരാശയിലാണ്. അപ്പോൾ അവരിപ്പം ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല. കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് അവരാഗ്രഹിച്ച കാര്യമല്ലോ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ വിചാരിച്ച് വളരെ വിഷമത്തിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ പാസ്റ്റിൽ ചിന്തിച്ച ഒരു കാര്യമല്ല ഇപ്പം റിയലായിട്ട് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു വിഷമമാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഒരു നിരാശയാണ്. എംപ്രസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിക്കും നിങ്ങളൊരു എംപ്രസ് എനർജിയിലുള്ള ഒരാളാണ് എന്നുള്ളതാണ്. വളരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ഇപ്പം മറ്റുള്ളവർ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ചിലപ്പോൾ അത് ഇവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും നിങ്ങളുടെ അപ്പിയറൻസിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ മാറ്റം വന്നത് അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഹെയർ സ്റ്റൈല് ഇതിൽ നല്ല തലമുടിയാണ്. അപ്പം നിങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി ജീവിക്കുന്നു എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് ഈ ഒരു സമയം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. ജസ്റ്റിസാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നീതി കിട്ടി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവരുടെ മറ്റുള്ളവർ പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ കൂടെ നിന്ന് മറ്റുള്ളവരുടെ കൂടെ നിന്ന് അവർ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ചിലപ്പോൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും അവർക്ക് ഒട്ടും തന്നെ ചിലപ്പോൾ മനസ്സ് ഉണ്ടായിരുന്നിരിക്കില്ല പാസ്റ്റിൽ. കാരണം ഇതിൽ ഈ ഒരു സമയം പണ്ട് അവരുടെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ പല കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളെ അവർ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസ് പോലും അവർ ഇഷ്ടപ്പെടാതിരുന്ന സമയങ്ങളുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു 4 ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് ആരും അല്ലാതായി തീർന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ജസ്റ്റിസാണ്. നിങ്ങൾക്ക് നീതി കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോയപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങളായിരിക്കണം സംഭവിച്ചത്. അപ്പം നിങ്ങൾക്കൊരു നീതി കിട്ടി എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി, നിങ്ങളുടെ അപ്പിയറൻസ് മാറി. ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ വളരെ നിങ്ങളുമായിട്ട് കടന്നു പോയ വളരെ നല്ല മൊമെന്റ്സ് അവർ ഓർക്കുന്നുണ്ട്. കാരണം ഇത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം എന്നാണ് സാധ്യത. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന് അവരിപ്പം ആലോചിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതില്ലാത്തതിൻ്റെ ഒരു നിരാശയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവർ ഈ ഒരു സമയം ആലോചിക്കുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ അവരുടെ ഈഗോയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. അവർ വിചാരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിപ്പോയി, നിങ്ങളോട് അടുക്കാൻ അവർക്ക് പറ്റുന്നില്ലായിരിക്കാം. നിങ്ങൾ
ഇപ്പം പാസ്റ്റിൽ അവരോട് വളരെ സോഫ്റ്റായിട്ട് സൗമ്യമായിട്ടൊക്കെയാണ് പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നിങ്ങളുടേതായ അഭിപ്രായമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു. മാത്രമല്ല ഇവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു മൂല്യവും നിങ്ങൾ കൊടുക്കുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അഹങ്കാരമൊക്കെ വെച്ചു എന്നാണ് അവർ ഇപ്പം അവർ വിചാരിക്കുന്നത്. എയ്റ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. പക്ഷേ കുറേ കാര്യങ്ങളിൽ ഇവരുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവരുടെ ചിലപ്പോൾ അത് ജോലി സംബന്ധമായ കാര്യമായിരിക്കാം, അവരുടെ വേറെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. അപ്പം ഇതെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് അവരെന്നാണ് കാണുന്നത്. കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തു തീർക്കേണ്ടതായിട്ടും ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ മുന്നിലുണ്ട്. അപ്പം അത് ഈ വേറൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ ഇവർ ആ ഒരു കാര്യത്തിൽ എല്ലാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. പിന്നെ കുറേ ആൾക്കാർ നല്ല ബിസിയാണ്. ഒരുപാട് അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ അവർ ബിസിയാണ് എന്നുള്ളതാണ്. ഒന്നിലധികം പ്രോജക്റ്റുകൾ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇവർ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പം ഓൾറെഡി നല്ല ബിസിയാണ് എന്ന് കാണുന്നു. പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. പുതിയ എന്തോ ഒരു പ്രോജക്റ്റ് അവർ ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ അവർ പ്ലാനിങ്ങിലുണ്ട് പുതിയ എന്തോ ഒരു കാര്യം, പുതിയൊരു ബിസിനസ് തുടങ്ങുകയോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ അവരത് ആലോചിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു ജോലി മാറാൻ അവർ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പുതിയ എന്തെങ്കിലും ജോലിക്ക് ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിലോട്ട് മാറാനുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത്. സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലും എന്നാണ് അവർ ചിന്തിക്കുന്നത്. എപ്പോഴായാലും നിങ്ങൾക്ക് വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല. കുറച്ചു കാലം കഴിഞ്ഞാലും നിങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. കാരണം വേറൊരിടത്ത് നിങ്ങൾക്ക് വേറെ ആർക്കും അല്ലെങ്കിൽ വേറൊരിടത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റൂല എന്നൊക്കെയാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് അവരും നിങ്ങളും എന്ന് പറയുന്നത് അത്രയും അധികം അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അപ്പോൾ എന്തായാലും അവർക്കും പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ആർക്കും പറ്റാത്തതുപോലെ നിങ്ങൾക്കും അങ്ങനെ പറ്റുന്നില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴായാലും നിങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും എന്നവർ ചിന്തിക്കുന്നു. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇപ്പം അവരേതോ ഒരു വലിയ സ്ട്രഗിളിൽ നിന്നും രക്ഷപ്പെട്ട പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ അതിനകത്ത് കാണുന്നത്. ഏതോ വലിയൊരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ ജസ്റ്റ് ഒരു നാരോ എസ്കേപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു എസ്കേപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ വല്ല അപകടത്തിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ചീറ്റിങ്ങിൽ നിന്നോ ഒക്കെ അത്ഭുതകരമായി ഈ ഒരു സമയത്ത് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്തോ ഒരു ട്രാപ്പിൽ പെടേണ്ട ആൾക്കാർ എന്തോ ഒരു കാര്യത്തിൽ അവർ ജസ്റ്റ് രക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ വളരെ ചില സമയം അവർ വളരെ ഗ്രൗണ്ടഡ് ആണ്, വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങളെ അവർ വളരെ സ്നേഹത്തിൽ തന്നെയാണ് കാണുന്നത്. മാത്രമല്ല ഇവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നിങ്ങൾ മാത്രമല്ല ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ളതെന്നുള്ളതാണ്. കുറേ അധികം ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ. അപ്പം എല്ലാവരെയും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർ അതിന് വേണ്ടിയിട്ടും ഒരു ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരോടും ഒരുപോലെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് കപ്സ്. ചാരിയറ്റാണ്. അപ്പോൾ ഇതിലിപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ദിശ അവർക്കറിയാം. അപ്പോൾ ഇപ്പോൾ അവർക്ക് അവരുടെ മുന്നിൽ എന്തോ ഒരു കാര്യം വിജയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. വിചാരിക്കുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു സമയം നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അവരുടെ ആ ഒരു സമയം കൂടുതൽ അവരതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിനകത്തൊരു വിക്ടറി ഉണ്ട്. ആ ഒരു കാര്യം അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ. അവരിപ്പം മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ അവർ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ
റീഡിങ്. ഇതിനകത്ത് വീൽ ഓഫ് ഫോർച്യൂണാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ സമയം അനുകൂലമായിട്ട് വരുന്നുണ്ട്. കുറേ സ്ട്രഗിൾ ചെയ്തെങ്കിൽ അതൊക്കെ മാറി ഒരു അനുകൂലമായ സമയം വരുന്നുണ്ട്, അല്ലെങ്കിൽ വരുമെന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.